മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള സദസ്സിനിടെ ആലപ്പുഴയിൽ വെച്ച് കരിങ്കൊടി കാണിച്ച് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ നിർണായക വഴിത്തിരിവ്. സംഭവത്തിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥൻ S. സന്ദീപ് എന്നിവരുൾപ്പെടെ 5 പോലീസ് ഉദ്യോഗസ്ഥരെ പ്രതികളാക്കി പ്രത്യേക അന്വേഷണ സംഘം ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. അനിൽകുമാർ, S. സന്ദീപ്, ഷൈജു, വിപിൻ, അരുൺ എന്നിവരാണ് പ്രതികൾ. സംഭവത്തിൽ ഗുരുതരമായ ചട്ടലംഘനമാണ് നടന്നതെന്നും കേസ് അട്ടിമറിക്കാൻ ഉന്നതതല ഇടപെടലുകൾ നടന്നിട്ടുണ്ടെന്നും SITയുടെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. നവകേരള സദസ്സിനിടെ ആലപ്പുഴയിൽ വെച്ച് നടന്ന യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരുടെ മർദ്ദനവുമായി ബന്ധപ്പെട്ട കേസിൽ പോലീസ് തയ്യാറാക്കിയ കേസ് ഡയറിയിൽ നടന്ന തിരിമറികൾ കേസ് അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായ നീക്കമായിരുന്നു എന്നാണ് തെളിവുകൾ വ്യക്തമാക്കുന്നത്. സംഭവത്തിന്റെ യഥാർത്ഥ വിവരങ്ങൾ അടങ്ങിയ ആദ്യ കേസ് ഡയറിയിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തിയ നിയമവിരുദ്ധമായ ഇടപെടലുകൾ കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നു. ലോക്കൽ പോലീസ് സുരക്ഷാ വലയത്തിനുള്ളിൽ സുരക്ഷിതമായി നിർത്തിയിരുന്ന പ്രതിഷേധക്കാരെ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിലുണ്ടായിരുന്ന ഗൺമാൻ അനിൽ കല്ലിയൂർ ഉൾപ്പെടെയുള്ളവർ വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലാത്തി പോലെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചുവെന്ന് ഈ പ്രാഥമിക റിപ്പോർട്ടിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരുന്നു. അത്രയുമല്ല, ഈ മർദ്ദനത്തിനിടയിൽ ലോക്കൽ പോലീസുകാർക്ക് പോലും പരിക്കേറ്റ കാര്യവും സംഭവ സ്ഥലത്തെ CCTV ദൃശ്യങ്ങളും മർദ്ദിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങളും കണ്ടെടുത്ത് തെളിവുകൾ ശേഖരിക്കണമെന്ന നിർണായകമായ നിർദ്ദേശങ്ങളും ഈ ആദ്യ ഡയറിയിൽ ഉൾക്കൊള്ളിച്ചിരുന്നു. എന്നാൽ പിന്നീട് വളരെ ആസൂത്രിതമായി ഈ റിപ്പോർട്ടിൽ മാറ്റങ്ങൾ വരുത്തുകയും ഗൺമാന്മാർ ഉൾപ്പെടെയുള്ള പ്രതികളെ കുറ്റവിമുക്തരാക്കുന്ന രീതിയിൽ കേസ് ഡയറി തിരുത്തി എഴുതുകയുമാണ് ഉണ്ടായത്. ഈ കൃത്രിമം വെറും കീഴ് ജീവനക്കാരുടെ നടപടിയായിരുന്നില്ല, മറിച്ച് സംഭവത്തിന്റെ ഗൗരവം കുറയ്ക്കാനും കുറ്റവാളികളെ സംരക്ഷിക്കാനും നടത്തിയ ഉന്നതതല ഇടപെടലായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന മൊഴിയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആദ്യ അന്വേഷണ സംഘം പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിപ്രകാരം യഥാർത്ഥ കേസ് ഡയറി ഒരു പെൻഡ്രൈവിലാക്കി അന്നത്തെ ADGP MR അജിത് കുമാറിന്റെ ഓഫീസിലേക്ക് എത്തിച്ചിരുന്നു എന്നാണ് വെളിപ്പെടുത്തൽ. കേസ് ഡയറിയിലെ ഈ നിർണായക തിരുത്തൽ കേവലം ഒരു സാങ്കേതിക പിഴവല്ലെന്നും മറിച്ച് നീതി നിർവഹണ പ്രക്രിയയിൽ പോലീസ് സേനയിൽ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ നടത്തിയ ഗുരുതരമായ അധികാര ദുർവിനിയോഗവും കേസ് അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായ ഗൂഢാലോചനയുമാണെന്നും ഈ വിവരങ്ങൾ അടിവരയിടുന്നു. 2023 ഡിസംബർ 15-നായിരുന്നു നവകേരള സദസ്സിനിടെ ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ വെച്ച് വിവാദമായ സംഭവം നടന്നത്. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസ്, KSU ജില്ലാ പ്രസിഡന്റായ AD തോമസ് എന്നിവരെയാണ് സുരക്ഷാ സംഘം മർദ്ദിച്ചത്. ലോക്കൽ പോലീസ് സുരക്ഷാ വലയത്തിനുള്ളിൽ നിർത്തിയ പ്രവർത്തകരെയാണ് വാഹനത്തിൽ നിന്നിറക്കി ഗൺമാന്മാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ക്രൂരമായി മർദ്ദിച്ചത്. ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടും ആദ്യഘട്ടത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തയ്യാറായിരുന്നില്ല. പിന്നീട് കോടതി ഇടപെട്ടാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. എന്നാൽ അപ്പോഴും കേസ് അട്ടിമറിക്കാൻ ശ്രമം ഉണ്ടായതായി ആരോപണങ്ങൾ ഉയർന്നു. തുടർന്ന് സംസ്ഥാനത്ത് ഭരണം മാറിയതിനു ശേഷം പുതിയ സർക്കാർ വിഷയം ഗൗരവമായി കാണുകയും SIT ഉപയോഗിച്ച് പുനരന്വേഷണം നടത്തുകയുമായിരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അതീവ ഗൗരവകരമായ കണ്ടെത്തലുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രതിഷേധക്കാരെ നേരിടാൻ ലോക്കൽ പോലീസ് സജ്ജമായിരിക്കെ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിലുണ്ടായിരുന്ന ഗൺമാന്മാർ ഉൾപ്പെടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ അക്രമാസക്തരായത് ഗുരുതരമായ പ്രോട്ടോകോൾ ലംഘനമാണെന്നാണ് SITയുടെ വിലയിരുത്തൽ. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ നിർണായക തെളിവായി മാറുമ്പോൾ നേരത്തെ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച ഉദ്യോഗസ്ഥരുടെ കള്ളത്തരങ്ങളും വെളിച്ചത്താവുകയായിരുന്നു. ദൃശ്യങ്ങൾ കണ്ടിട്ടില്ലെന്ന് പോലീസ് കോടതിയിൽ വാദിച്ചിരുന്നെങ്കിലും ആദ്യത്തെ കേസ് ഡയറിയിൽ തന്നെ ഈ ദൃശ്യങ്ങളെക്കുറിച്ച് കൃത്യമായ പരാമർശം ഉണ്ടായിരുന്നതായി SIT കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഗുരുതരമായ വീഴ്ചകളുടെയും നിയമലംഘനങ്ങളുടെയും പശ്ചാത്തലത്തിൽ പ്രതികളായ 5 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും കർശനമായ വകുപ്പുതല നടപടികൾ സ്വീകരിക്കാൻ SIT ശുപാർശ നൽകിയിട്ടുണ്ട്. ഈ ശുപാർശ അന്തിമ നടപടികൾക്കായി പോലീസ് മേധാവിക്ക് കൈമാറാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 5 പേരെ പ്രതി ചേർത്തതിന് പിന്നാലെ ഗൺമാൻ അനിൽകുമാറും സന്ദീപും ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യത്തിനായി അപേക്ഷ നൽകിയിട്ടുണ്ട്. പ്രതികൾക്കെതിരെ വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്താനുള്ള നീക്കത്തിലാണ് SIT. കേസിൽ കൂടുതൽ സാക്ഷികളുടെ മൊഴിയെടുക്കുന്നതും പ്രതികളുടെ പങ്ക് കൂടുതൽ വ്യക്തമാക്കുന്നതുമായ തുടർ നടപടികൾ പുരോഗമിക്കുകയാണ്. സംഭവത്തിൽ DGPയും സർക്കാരും തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും നിയമപരമായ വഴികളിലൂടെ നീതി ഉറപ്പാക്കുമെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ഭരണാധികാരികളുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ നിയമം കയ്യിലെടുക്കുന്ന പ്രവണതയ്ക്കെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി ഈ കേസിലെ തുടർ നടപടികൾ മാറുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്.
കേസ് ഡയറിയിലെ തിരിമറികളും ഉന്നതതല ഇടപെടലുകളും പുറത്തു വന്നതോടെ ഈ വിഷയം കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ വലിയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത്. ഭരണാധികാരികളുടെ സുരക്ഷ, ഉദ്യോഗസ്ഥർ നിയമം കയ്യിലെടുക്കുന്ന പ്രവണതയ്ക്കെതിരെ ശക്തമായ മുന്നറിയിപ്പായി ഈ കേസിലെ തുടർ നടപടികൾ മാറുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പ്രതികൾക്കെതിരെ വധശ്രമം അടക്കമുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്താനുള്ള നീക്കത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. നീതിപൂർവമായ അന്വേഷണത്തിലൂടെ കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പൊതുസമൂഹവും പ്രതിഷേധിച്ച പ്രവർത്തകരും.